ഹലോ നമസ്കാരം. എൻ്റെ പേര് സുരേഷ്. ഞാനൊരു ടെക്നോളജി കൺസൾട്ടൻ്റാണ്. ഒരു 10-30 വർഷമായിട്ട് IT മേഖലയിലുണ്ട്. ഇന്ത്യയിലുള്ള പല വലിയ കോർപ്പറേറ്റുകളുടെയും IT ഹെഡ്, CIO അങ്ങനെയുള്ള പല പൊസിഷനുകളിലും വർക്ക് ചെയ്ത് ഒരു 20 കൊല്ലത്തെ എക്സ്പീരിയൻസിന് ശേഷമാണ് ഞാൻ ഒരു ടെക്നോളജി കൺസൾട്ടൻ്റ് എന്നുള്ള ഒരു പ്രൊഫഷൻ സ്റ്റാർട്ട് ചെയ്തത്. ഇന്ത്യയിൽ കേരളത്തിൽ കൊച്ചിയിലും തൃശ്ശൂരും പാലക്കാടുമായിട്ട് 3 ഓഫീസുകൾ, ദുബായിൽ 2 വർഷമായിട്ട് ദുബായിലും ഉണ്ട്. അപ്പോൾ ഞാൻ ചെയ്യുന്ന സർവീസിനെ പറ്റുന്ന പെട്ടെന്ന് ക്വിക്കായിട്ട് പറയാം. ഏത് ബിസിനസ്സുകാരാണെന്നാണെങ്കിലും അവർക്ക് ടെക്നോളജി അവർക്ക് ഒഴിവാക്കാൻ പറ്റാത്തൊരു ഘടകമാണ്. അതൊരു ബിസിനസ് തുടങ്ങുന്ന ആളാണെങ്കിലും ആൾറെഡി തുടങ്ങി എസ്റ്റാബ്ലിഷ് ചെയ്ത ആൾക്കാണെങ്കിലും ടെക്നോളജി ഒഴിവാക്കാൻ പറ്റില്ല. ഈ ടെക്നോളജി എന്ന് പറയുമ്പോൾ അത് അവരുടെ വെബ്സൈറ്റ് തൊട്ട് അവർക്കുള്ളൊരു മൊബൈൽ ആപ്പ് തൊട്ട് അവരുടെ സോഷ്യൽ മീഡിയ, CRM, HRMS, അങ്ങനെയുള്ള ഡാറ്റയുടെ സെക്യൂരിറ്റി, അങ്ങനെയുള്ള പല കാര്യങ്ങളാവാം. അപ്പോൾ ഇവിടെ ഉള്ളൊരു കൺസേൺ എന്താണെന്ന് വെച്ചാൽ പല ബിസിനസ്സുകാർക്കും അവരുടെ ബിസിനസ്സിന് വേണ്ട ടെക്നോളജി എന്താണ്, അത് ആരുടെ കയ്യിൽ നിന്നാണ് വാങ്ങിക്കേണ്ടത്, അതിൽ ഏത് ടെക്നോളജിയിൽ പോകുന്നതാണ് ബെസ്റ്റ് എന്നുള്ളതൊക്കെ ഒരു അറിവ് കുറവ് നമ്മുടെ പ്രത്യേകിച്ച് ഇപ്പോൾ ഉള്ള പല ബിസിനസ്സുകാരും വരുന്നൊരു ജനറേഷൻ ചിലപ്പോൾ അതൊക്കെ ഓവർകം ചെയ്യും. പക്ഷേ നിലവിലുള്ള ജനറേഷന് അതൊരു ഗ്യാപ്പാണ്. അത് മനസ്സിലാക്കിയിട്ടാണ് ഞാൻ ടെക്നോളജിയിൽ കൺസൾട്ടിങ് എന്നുള്ളൊരു സർവീസ് 10 വർഷം മുന്നേ സ്റ്റാർട്ട് ചെയ്തത്. ഇപ്പോൾ നമ്മൾ നോക്കിയാൽ കേരളത്തിലെ ഒട്ടുമിക്കവാറും എല്ലാ ബ്രാൻഡുകളിലും നമ്മൾ കഴിഞ്ഞ 10 വർഷമായിട്ട് ടെക്നോളജി കൺസൾട്ടൻ്റായിട്ട് വർക്ക് ചെയ്യുന്നുണ്ട്. ഇപ്പോൾ ദുബായിലും കുറേ അധികം ബ്രാൻഡുകളുടെ ടെക്നോളജി കൺസൾട്ടൻ്റ് അഡ്വൈസറുമാണ്. അപ്പോൾ ഇവിടെ ഒരു റൈറ്റ് സൊല്യൂഷൻ ഒരു ബിസിനസ് ഓണർക്ക് കണ്ടെത്തി കൊടുക്കുക, ആ സൊല്യൂഷൻ ചെയ്യുന്ന വെണ്ടേഴ്സുമായിട്ടുള്ള കോൺട്രാക്റ്റ് എഗ്രിമെൻറ്റുകളെല്ലാം ശരിയാക്കുക, അതിനുശേഷം അതിൻ്റെ പ്രൊജക്റ്റ് മാനേജ്മെൻറ്റ് ചെയ്യുക. സമയത്തിന് തീർക്കാവുന്ന രീതിയിൽ ആ പ്രൊജക്റ്റിനെ സമയബന്ധിതമായിട്ട് തീർക്കാൻ വേണ്ടിയിട്ട് നമ്മുടെ കൂടെയുള്ള ഒരു ടീം ഓഫ് ആൾക്കാർ, ഞങ്ങൾ 10-70 പേരുള്ളൊരു ടീമുണ്ട്. സ്കൈബർടെക് എന്നാണ് കമ്പനിയുടെ പേര്. അപ്പോൾ ഇത് ഓപ്പറേറ്റ് ചെയ്യാൻ വേണ്ടി നമുക്ക് ദുബായിലും അതേപോലെ കേരളത്തിലും ടീമുണ്ട്. അങ്ങനെയാണ് ഞങ്ങളൊരു 70-75 പേരുള്ള സൈസുള്ള ടീമാണ് നമുക്കുള്ളത്. അപ്പോൾ ഈ ടെക്നോളജി ഈ കൺസൾട്ടന്മാർ എന്ത് ചെയ്യും, ഈ പ്രോജക്റ്റിന് സമയബന്ധിതമായിട്ട് തീർക്കാൻ വേണ്ടി വെൻഡറായിട്ടുള്ള കോർഡിനേഷൻ, അതേപോലെ നമ്മുടെ ഇൻ ഹൗസുള്ള ആൾക്കാരായിട്ടുള്ള കോർഡിനേഷൻ, ഇതെല്ലാം ചെയ്തിട്ട് പ്രോപ്പറായിട്ട് ഇതിനെ സമയത്തിൽ തീർക്കുക. ഇതാണ് ഞങ്ങളുടെ ടെക്നോളജി കൺസൾട്ടിങ് എന്ന് പറയുന്ന മേഖലയിൽ നമ്മൾ ചെയ്യുന്ന സർവീസ്. രണ്ടാമത് വേറൊരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളിപ്പോൾ നമ്മുടെ അക്കൗണ്ട്സ്, പ്രത്യേകിച്ച് എല്ലാ ബിസിനസ്സുകാർക്കും അറിയാം, നമ്മുടെ അക്കൗണ്ട്സും കാര്യങ്ങളൊക്കെ നോക്കാൻ വേണ്ടി നമുക്ക് ഓഡിറ്റേഴ്സിന് ആവശ്യമാണ്. നമ്മൾ ഏറ്റവും നല്ല ബെസ്റ്റ് ഓഡിറ്റർ വയ്ക്കും. ആ അക്കൗണ്ടിങ് സിസ്റ്റം കറക്റ്റ് നടക്കുന്നുണ്ടോ എന്നൊക്കെ അറിയാൻ വേണ്ടിയിട്ട് ഓഡിറ്റേഴ്സിനെ അപ്പോയിൻറ്റ് ചെയ്യും. അപ്പോൾ ഈ ഓഡിറ്റേഴ്സ് നോക്കുന്നത് എന്താ, അവിടെ നടക്കേണ്ട സിസ്റ്റംസൊക്കെ കറക്റ്റ് നടക്കുന്നുണ്ടോ, എല്ലാം ഓക്കെ ആണോ, ഫിനാൻഷ്യൽസ് എല്ലാം കറക്റ്റ് ആണോ, അതിൻ്റെ പ്രോപ്പർ ബാലൻസിങ്ങിലാണോ എല്ലാം പോകണമെന്നൊക്കെ ഉള്ളത് അവർ ചെക്ക് ചെയ്യുന്നു. പക്ഷേ ഈ അക്കൗണ്ടിങ്ങിന് വേണ്ട എല്ലാ കാര്യങ്ങളുടെയും സോഴ്സ് എന്ന് പറയുമ്പോൾ നോക്കിയാൽ ഒരു ERP എന്നായിരിക്കാം, ചിലപ്പോൾ ടാലി ആവാം, SAP ആവാം, ഒരു സോഫ്റ്റ്വെയർ എന്നായിരിക്കും ഇതെല്ലാം ജനറേറ്റ് ആവണം. അപ്പോൾ ആ ഒരു ഓർഗനൈസേഷനിലുള്ള ടെക്നോളജി നോക്കിയാൽ പല മേഖലയിൽ ടെക്നോളജി ഉണ്ടാവും. ഇത് ഓഡിറ്റ് ചെയ്യണം, ഇത് ഓഡിറ്റ് ചെയ്യാൻ ഒരു സംവിധാനം വേണം എന്നുള്ളത് നമ്മുടെ ബിസിനസ്സുകാരുടെ ഇടയിൽ എനിക്ക് തോന്നുന്ന ഒരു 99% സ്ഥലത്തും അതിൻ്റെ ഒരു ആവശ്യകതയെ പറ്റി മനസ്സിലാക്കിയിട്ടില്ല. അതായത് എൻ്റെ IT ഡിപ്പാർട്ട്മെൻറ്റ് അല്ലെങ്കിൽ ടെക്നോളജി സെക്ഷൻ ഓഡിറ്റ് ചെയ്യണം. വലിയ കോർപ്പറേറ്റുകളെല്ലാം തന്നെ ഇത് ചെയ്യുന്നുണ്ട്. പക്ഷേ സാധാരണ ഒരു ബിസിനസ്സുകാരന് ഇതിനെപ്പറ്റിയുള്ള അവെയറല്ല, അല്ലെങ്കിൽ അതിനുള്ള സംവിധാനങ്ങൾ എന്താണെന്ന് അറിയില്ല. അപ്പോൾ അവിടെയാണ് നമ്മുടെ ടെക്നോളജി ഓഡിറ്റിംഗ്, അതായത് IT ഓഡിറ്റിംഗ് എന്നുള്ളൊരു സർവീസ് ഉള്ളത്. അതിനകത്ത് വെബ്സൈറ്റ്, സോഷ്യൽ മീഡിയ, സോഫ്റ്റ്വെയർ, IT ഇൻഫ്രാസ്ട്രക്ചർ, ഇതെല്ലാം തന്നെ ഓഡിറ്റ് ചെയ്യുന്ന ഒരു സർവീസാണ്. ഈ ഓഡിറ്റ് ചെയ്യുന്നതിൽ ഇപ്പോൾ എക്സാമ്പിൾ ഞാൻ പറയുന്ന വെബ്സൈറ്റ് ആണെന്നാണെങ്കിൽ അദ്ദേഹത്തിൻ്റെ വെബ്സൈറ്റ് അല്ല ആ ഫൗണ്ടറിൻ്റെ വെബ്സൈറ്റ് ഇൻഡസ്ട്രിയിൽ കോമ്പറ്റ് ചെയ്യാൻ പറ്റാവുന്ന രീതിയിലാണ് അതിൽ കണ്ടൻറ്റ് കിടക്കുന്നത്. അതിലുള്ള ഇമേജസും കാര്യങ്ങളെല്ലാം തന്നെ കറക്റ്റ് കമ്മ്യൂണിക്കേറ്റീവ് ആണോ, ആ ബിസിനസ്സിനെ പറ്റി കൃത്യമായിട്ട് കമ്മ്യൂണിക്കേറ്റീവ് ആണോ, അതിൻ്റെ മെറ്റാ ടാഗിങ് തൊട്ടിട്ടുള്ള ടെക്നിക്കൽ വശങ്ങൾ നോക്കിയാൽ എല്ലാം പ്രോപ്പർലി അലൈൻഡ് ആണോ എന്നുള്ള രീതിയിൽ ഒരു വെബ്സൈറ്റ് ഏറ്റവും എഫക്റ്റീവായിട്ട് SEOയിലും സെർച്ചിലൊക്കെ കിട്ടണമെന്നാണെങ്കിൽ ആ വെബ്സൈറ്റിൻ്റെ ലുക്ക് ആൻഡ് ഫീൽ തൊട്ട് അതിൻ്റെ UI UX തൊട്ട് അതിൻ്റെ കണ്ടൻറ്റ് തൊട്ടുള്ള എല്ലാം വളരെ ഇമ്പോർട്ടൻ്റ്. അങ്ങനെ ഏതാണ്ട് ഒരു 40-45 ഒരു ചെക്ക് ലിസ്റ്റ് ഉണ്ട് ഞങ്ങൾക്ക്. അപ്പോൾ അത് മീറ്റ് ചെയ്യാവുന്ന രീതിയിലാണ് ഒരു വെബ്സൈറ്റ് എന്നുള്ളത് ഓഡിറ്റ് ചെയ്യുന്നതാണ് നമ്മുടെ വെബ്സൈറ്റ് ഓഡിറ്റ് എന്ന് പറയുന്ന സർവീസ്. ഇതേപോലെ തന്നെയാണ് നമ്മുടെ സോഫ്റ്റ്വെയറിൻ്റെ ഓഡിറ്റ്. പല സ്ഥാപനങ്ങളിലെ ആൾക്കാർ പറയാറുണ്ട്, ഞാൻ ഏറ്റവും കാശ് മുടക്കിയിട്ട് കഴിഞ്ഞ വർഷങ്ങൾക്ക് മുന്നേ തന്നെ ഞാൻ സോഫ്റ്റ്വെയർ ഇംപ്ലിമെൻറ്റ് ചെയ്തു, പക്ഷേ അവരുടെ യൂസേഴ്സിൻ്റെ അടുത്ത് ചോദിച്ചു കഴിഞ്ഞാൽ പലതും പറയും, പല കാര്യങ്ങളും അവർക്ക് സോഫ്റ്റ്വെയർ നടക്കുന്നില്ല. ചില കാര്യങ്ങളൊക്കെ അവർക്ക് കൃത്യമായിട്ടുള്ളൊരു അറിവില്ല, അല്ലെങ്കിൽ കൃത്യമായിട്ടൊരു ട്രെയിനിങ് കിട്ടിയിട്ടില്ല എന്നുള്ള കാരണങ്ങളെ കൊണ്ടാവും. അങ്ങനെയാണ് നമ്മുടെ സോഫ്റ്റ്വെയർ ഓഡിറ്റ് എന്ന് പറയുന്ന ഒരു സർവീസ് ഉള്ളത്. അതെന്തിനാന്ന് വെച്ചാൽ അവരുടെ ബിസിനസ്സുമായിട്ട് അലൈൻഡ് ആണോ, ഇപ്പോൾ കിടക്കുന്ന സോഫ്റ്റ്വെയറും ടെക്നോളജി കാര്യങ്ങളും അലൈൻഡ് ആണോ, അതിലെന്തുകൊണ്ടാണ് ആ ഗ്യാപ്പുള്ള, ആ ഗ്യാപ്പ് ചിലപ്പോൾ ഒരു നോളജ് ഇല്ലാത്തതിൻ്റെ ആയിരിക്കാം, ഒരു പ്രോപ്പർ ട്രെയിനിങ് കിട്ടാത്തതിൻ്റെ ആയിരിക്കാം, അതിൽ കിടക്കുന്ന ഡാറ്റയുടെ പ്രശ്നമായിരിക്കാം, അല്ലെങ്കിൽ ചെറിയ ഫൈൻ ട്യൂണുകളായിരിക്കും. ചിലപ്പോൾ അവർ ഉദ്ദേശിക്കുന്ന പോലുള്ള ചില റിപ്പോർട്ടുകളില്ല, ചില ഡാഷ്ബോർഡുകളില്ല.
അപ്പോൾ അങ്ങനത്തെ ആ ഗ്യാപ്പുകൾ കണ്ടെത്തിയിട്ട് ഈ സോഫ്റ്റ്വെയർ നിലനിർത്തിയും കൊണ്ട് തന്നെ എങ്ങനെ നമുക്ക് ഈ ഗ്യാപ്പ് ഫില്ല് ചെയ്യാൻ പറ്റും, അതല്ലെങ്കിൽ അതിന് വേണ്ടിയിട്ട് സോഫ്റ്റ്വെയർ ചേഞ്ച് ചെയ്യണമെങ്കിൽ ഏതിലേക്ക് പോകണം, എങ്ങനെ ഈ ഡാറ്റ മൈഗ്രേറ്റ് ചെയ്യണം, ഇതുപോലുള്ള സർവീസുകൾ, ഇതുപോലുള്ള കാര്യങ്ങൾ മനസ്സിലാക്കി പറഞ്ഞു കൊടുക്കുന്നതാണ് നമ്മുടെ സോഫ്റ്റ്വെയർ ഓഡിറ്റ് എന്ന് പറയുന്നത്. അതേപോലെ തന്നെ IT ഇൻഫ്രാസ്ട്രക്ചർ എന്ന് പറയുമ്പോൾ നമുക്കറിയാം ക്യാമറ, ബയോമെട്രിക്, നമ്മുടെ സിസ്റ്റം, ബാക്കപ്പ്, ഇങ്ങനെ ഒരു ഒട്ടനവധി കാര്യങ്ങളുണ്ട്. ഇതെല്ലാം പ്രോപ്പർലി നമ്മൾ മെയിൻറ്റെയിൻഡ് ആണോ, ഇതിൻ്റെ പാസ്വേഡുകൾ കാര്യങ്ങളൊക്കെ സെക്യൂർഡ് ആണോ, ആരുടെയൊക്കെ കയ്യിൽ നമ്മുടെ പാസ്വേഡുകളുണ്ട്, നമ്മുടെ ക്യാമറ ആക്സസ്, നമ്മുടെ ഓഫീസിലോ വീടുകളിലൊക്കെ വെച്ചിരിക്കുന്ന ക്യാമറയുടെ പാസ്വേഡ് അവിടെ ഇൻസ്റ്റാൾ ചെയ്യാൻ വന്ന ടെക്നീഷ്യൻ്റെ കയ്യിലുണ്ടോ, അങ്ങനെയാകുമ്പോൾ അതിന് ചിലപ്പോൾ ഒരു മിസ്യൂസിന് സാധ്യതയുണ്ട്. ഇങ്ങനെ തൊട്ടിട്ടുള്ള കാര്യങ്ങളെല്ലാം കവർ ചെയ്യുന്ന രീതിയിൽ നമ്മൾ ചെയ്യുന്ന ഓഡിറ്റാണ് IT ഇൻഫ്രാസ്ട്രക്ചർ ഓഡിറ്റ് എന്നുള്ളത്. അപ്പോൾ മേജറായിട്ട് ഞാൻ പറഞ്ഞത് 2 സർവീസാണ്. ഒന്ന് ടെക്നോളജിയിൽ കൺസൾട്ടിങ്, 2 ടെക്നോളജിയിൽ അതിൻ്റെ ഓഡിറ്റ് ചെയ്തിട്ട് വേണ്ട ഗ്യാപ്പുകൾ എന്താണ്, എന്തൊക്കെ ഗ്യാപ്പുകൾ ഉണ്ടെന്നുള്ളത് മനസ്സിലാക്കി അതിനൊരു റിപ്പോർട്ടാക്കിയിട്ട് അവതരിപ്പിക്കുകയും ആ റിപ്പോർട്ടിലുള്ള പ്രശ്നങ്ങൾ തീർക്കണമെങ്കിൽ ഞങ്ങളുടെ കൺസൾട്ടൻസി സർവീസ് കൊടുക്കും. ഇതാണ് നമ്മുടെ മേജറായിട്ട് ചെയ്തുകൊണ്ടിരിക്കുന്ന 2 സർവീസുകൾ.